എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. സദ്യകളിൽ സാധാരണയായി കണ്ടുവരുന്ന പച്ചപ്പയർ മെഴുക്കുപുരട്ടിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അമ്മയുടെ റെസിപ്പി ഫോളോ ചെയ്താണ് ഇന്നിതിവിടെ തയ്യാറാക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കിയാൽ പച്ചപ്പയർ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും, വീണ്ടും ചോദിച്ചു വാങ്ങുകയും ചെയ്യും. ഓണം സീരീസിലെ 9ാമത്തെ എപ്പിസോഡാണിത്. ഓണസദ്യയിലെ ഒട്ടുമിക്ക വിഭവങ്ങളും ഈ സീരീസിലുണ്ട്. എല്ലാ റെസിപ്പികളും ഒന്ന് കണ്ടു നോക്കുക. ഈ ഓണത്തിന് ഈ വിഭവങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി ഈ വർഷത്തെ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കും. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 3/4 ഭാഗവും കടുക് പൊട്ടണം. കടുക് പൊട്ടിയാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ഒഴിവാക്കരുത്. ഈ മെഴുക്കുപുരട്ടിക്ക് പ്രത്യേക ടേസ്റ്റ് തരുന്നത് ഈ വെളുത്തുള്ളിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ റോ ടേസ്റ്റൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവണം. ഇനി ഇതിലേക്ക് ചെറുഉള്ളി ചേർക്കാം. ഇതൊരു 10 എണ്ണം ഉണ്ട്. ഓരോ ഉള്ളിയും 4ഓ 5ഓ ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇത് ഒത്തിരി ചെറുതായിട്ട് മുറിച്ചിടണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇട്ടാൽ മതി. ഉള്ളി ഇല്ലെങ്കിലോ അതോ അതിൻ്റെ തൊലി കളയാൻ മടിയാണെങ്കിലോ സവോള യൂസ് ചെയ്യാം. ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി മതിയാവും. എങ്കിലും കുഞ്ഞുള്ളി യൂസ് ചെയ്താലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് നടുവേ കീറിയതും ചേർക്കാം. ഇതൊരു 30 സെക്കൻഡ് ഒന്ന് വഴട്ടാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചതച്ചത് ചേർക്കാം. 4 വറ്റൽമുളക് ചതച്ചതാണിത്. 1 ടേബിൾ സ്പൂൺ അളവുണ്ട്. ഈ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ ഈ വറ്റൽമുളക് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ കറിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് മുളക് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എല്ലാം വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചപ്പയർ ചേർക്കാം. 1/2 കിലോ പയറുണ്ടിത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1 തൊട്ട് 1.5 ഇഞ്ച് വരെ നീളത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി മൂത്ത് പോയ പയർ മെഴുക്കുപുരട്ടിക്ക് എടുക്കരുത്. അത് വേഗില്ല, കടിച്ചു കിടക്കും. അപ്പം മൂത്ത പയറുണ്ടെങ്കിൽ അതിൻ്റെ തൊലി പൊളിച്ച് അതിനുള്ളിലെ പയറുമണി എടുത്ത് ഈ കറിയിൽ ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പേ ചേർക്കുന്നുള്ളൂ. ആവശ്യമെങ്കിൽ പിന്നീട് വീണ്ടും ചേർക്കാം. ഇതിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. മീഡിയത്തിനും ഹൈയിലും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടൊന്ന് വേവിക്കാം. മറ്റു പല പച്ചക്കറികളും വെള്ളം ഒട്ടും ചേർക്കാതെയാണ് മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത്. പക്ഷേ ഈ പച്ചപ്പയർ കുറച്ച് വേവുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിക്കാം. ഇതുപോലൊരു 10 മിനിറ്റ് വേവിക്കണം. ഇതിനിടയ്ക്ക് 2ഓ 3ഓ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതായത് ഇപ്പോൾ 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. പയർ ഒരു 80% വേവായിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കണ്ട. ഇപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുണ്ട്. ഇത് പയർ മെഴുക്കുപുരട്ടിയിൽ തേങ്ങാക്കൊത്തിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. പയർ മുഴുവൻ വേവിച്ചെടുത്താൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു 75% വേവായതിനു ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ അടച്ചു വയ്ക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ പയർ ഒട്ടും കുഴഞ്ഞു പോകത്തില്ല. ഓരോ കഷ്ണങ്ങളും തമ്മിലൊട്ടിയൊന്നും പോകാതെ സെപ്പറേറ്റ് ആയി തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഏകദേശം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതിനി നന്നായി വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ പയർ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പച്ചപ്പയർ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ഓണസദ്യ വിഭവങ്ങളും ഫുൾ ഓണസദ്യ വീഡിയോയും ഒന്നും മിസ്സാക്കാതെ കാണണം. എല്ലാത്തിനെ പറ്റിയുള്ള ഫീഡ്ബാക്സും ഞങ്ങളോട് പറയണം. ഈ ഓണം സ്ട്രോബെറി ചാനലിനൊപ്പം ആഘോഷിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ഓണസദ്യ വിഭവമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.